ദ സ്പൈസി ടേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഡിഷ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? മാക്രോണി മസാലയാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് വേണ്ട ചേരുവകളൊക്കെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതൊരു 5 കപ്പോളം വെള്ളമുണ്ട്. നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ മാക്രോണി വേവിക്കാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് മാക്രോണിക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഉപ്പൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ. ഇതിലേക്ക് നമ്മൾ 2 കപ്പോളം മാക്രോണിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവൊന്നും ഇതിൽ പ്രശ്നമില്ല, കാരണം നമ്മളത് കോരി എടുക്കുക ചെയ്യുക വെന്ത് കഴിഞ്ഞാൽ. മാക്രോണി പെട്ടെന്ന് വേവും. ഒരു 5 to 7 മിനിറ്റ് മതി മാക്രോണി വേവാനായിട്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാം വെന്തോന്ന്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ടിത് തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത് സ്റ്റിക്കി ആയി പോവും. അതിന് വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ കഴുകുന്നത്. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, തണുത്ത വെള്ളം എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി മസാല ഉണ്ടാക്കാനാണ് തുടങ്ങുന്നത്. അതിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ലോ ഫ്ലെയിം ആക്കുക. ഈ സവാളയാണ്. ഇത് ഏകദേശം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സവാള ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഞാൻ ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വഴലുന്നാണല്ലോ പറയുക. ഇതിപ്പോൾ ഒരു 1/2 ക്യാപ്സിക്കാണ് ഞാൻ അടുത്തത് ആഡ് ചെയ്തത്. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും മാക്രോണി. ഇപ്പോൾ ഒരു മസാല മാക്രോണിയാണ് കേട്ടോ, പാസ്ത പോലത്തെ ഒരു റെസിപ്പിയല്ല. ഇനി തക്കാളിയാണ് അടുത്തത്. ഇത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായി മസാലാസ് ഇടാം. ആദ്യമായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇട്ടു. നല്ല കളർ ഉണ്ടാവുന്നേ ഉള്ളൂ, എരിവ് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ കുരുമുളക് പൊടി അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ ഇപ്പം ഞാൻ ആഡ് ചെയ്തത് സോയാ സോസാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിക്കണം. അത് ഒഴിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. ഒരു ഫുൾ ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. സാധാരണ ഇതിൽ ശരിക്കും മാജിക് ക്യൂബ് കിട്ടുകയാണെങ്കിൽ ഇത് വളരെ ടേസ്റ്റി ആവും. പക്ഷേ ഇത് ഇവിടെ ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഈ ഡിഷ് കംപ്ലീറ്റ് വെജ് ഡിഷായി.
അത് കഴിഞ്ഞ് നമ്മൾ ഈ മാക്രോണി വേവിച്ച് വെച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം, നേരത്തെ ഇട്ട് ഉപ്പ് റെഡിയാണോ എന്നുള്ളത്. സോസസിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് റെഡിയായെന്നൊന്ന് നമുക്ക് ഇപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാല എല്ലാ സ്ഥലത്തും എത്താൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക്. മാക്രോണി പാസ്ത നമ്മൾ ഉടനെ തന്നെ വേറൊരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ കമൻറ്റ്സ് ഞങ്ങൾക്ക് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ടു ദ സ്പൈസി ടെയിൽ. ബൈ.